വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഈ വഖഫ് അധിനിവേശ ഭീഷണിയിൽ ഉഴലുന്ന മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള മുനമ്പം നിവാസികളുടെ ആശങ്ക നേരിട്ടറിയാൻ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ ഇന്ന് മുനമ്പം സമരപന്തലിൽ എത്തുകയാണ്. കുടിയിറക്ക ഭീഷണി നേരിടുന്ന വീടുകളിൽ മന്ത്രി നേരിട്ടെത്തി പ്രശ്നങ്ങൾ ചോദിച്ചറിയും. BJP നേതാവ് മേജർ രവിയും ഇന്ന് മുനമ്പത്തെ സമരപന്തലിലെത്തി മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കും. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, നമുക്കറിയാം മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ധാരാളം പേരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെയും എത്തുന്നുണ്ട്. എപ്പോഴായിരിക്കും മന്ത്രി മുനമ്പം നിവാസികളെ സന്ദർശിക്കുക? വീടുകൾ തോറും കണ്ട് അവരുടെ വീടുകൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ടോണി, ഇന്ന് രാവിലെ 10 മണിയോടെ മുനമ്പത്ത് മന്ത്രി എത്തുമെന്നാണ് അറിയുന്നത്. വരുമ്പോൾ ഒരു തൊഴിൽ മന്ത്രി എന്ന നിലയ്ക്ക് തന്നെയാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ആ തൊഴിൽ മേഖലയിലേക്കുള്ള കടന്നുകയറ്റ ശ്രമം, ഇതിൻ്റെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ ഇന്ന് മുനമ്പത്തെത്തുന്നത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുക, ആ വഖഫ് അധിനിവേശ ശ്രമത്തെ അതിനെ എങ്ങനെ നേരിട്ട് അവർക്ക് അതിൽ നിന്നും ഒരു രക്ഷ. ഏതാണ്ട് 2 വർഷവും 9 മാസവുമായി അവർ ഈ ഒരു ആശങ്കയിലാണ്. വഖഫ് അധിനിവേശ ശ്രമങ്ങൾ ആരംഭിക്കുകയും ഇവരുടെ റവന്യൂ അധികാരങ്ങൾ റദ്ദ് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷവും 9 മാസവും പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ അവരുടെ കൂടി അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് മുന്നിട്ടിറങ്ങാൻ തന്നെയാണ് തൊഴിൽ മന്ത്രിയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായി അവിടെ എത്തി ഓരോ വീടുകളിലും കയറി അവരുടെ എന്തൊക്കെയാണ് അവർ നേരിടുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നേരിടുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇതിനു മുമ്പേ BJP ഒരു ഐക്യദാർഢ്യ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാർച്ചിലും മന്ത്രി പങ്കെടുക്കും എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ പ്രധാനമായും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇടയിലുള്ള പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് തൊഴിൽ മന്ത്രി എന്ന നിലയ്ക്ക് അവിടെ എത്തുന്നത്. അവർ ഈ 10 മണിക്ക് എത്തിയാൽ ഏതാണ്ട് 12 മണി വരെയും അവിടെ ചിലവഴിക്കുമെന്നതാണ് നമുക്കറിയാൻ പറ്റുന്നത്. മുനമ്പം സമരപന്തലിലും മന്ത്രി എത്തുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് BJP നേതാവ് മേജർ രവിയും ഇന്ന് മുനമ്പം സമരപന്തലിലേക്ക് എത്തുന്നത്. ഈ രീതിയിലെല്ലാം ഇവിടെ ഇത്രയും ദിവസങ്ങളായി തുടരുന്ന ഈ ഒരു ആശങ്ക അവരുടെ സമരത്തിലൂടെയുള്ള അവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനുമെല്ലാം പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും അതോടൊപ്പം BJPയും ഹൈന്ദവ സംഘടനകളും ഈ മുനമ്പം ജനതയ്ക്കൊപ്പം ഉണ്ട് എന്ന് അരക്കെട്ടുറപ്പിച്ച് പറയുന്നതാണ് ഈ മന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം. ഇത് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും ആശ്വാസവും എല്ലാം ഇവിടുത്തെ ജനതയ്ക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ വന്നപ്പോഴും കേന്ദ്രമന്ത്രി വന്നപ്പോഴും അവർക്കുണ്ടായ ഒരു ഉണർവും പ്രതീക്ഷയും നമ്മളെല്ലാം കണ്ടതാണ്. അത് അവിടുത്തെ ഈ സമരമുഖത്തുള്ള ജനങ്ങളുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായതാണ്. അത്തരം ഒരു പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് ഇന്നത്തെ സന്ദർശനം. ഇതേ സാഹചര്യത്തിൽ തന്നെ അവർ സമരം ശക്തമായി തന്നെ തുടരാൻ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തിടുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സമരക്കാരുമായി മുനമ്പം സമരസമിതിയുമായുമെല്ലാം ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായിരുന്നു. എന്നാൽ അവിടെ മുന്നോട്ട് വെച്ചത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിനു വേണ്ടി ഉന്നതതല യോഗം വിളിക്കാം, അതുവരെ സമരം ഒഴിവാക്കണമെന്നുള്ള തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അത് മന്ത്രി രാജീവും ഈ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമരക്കാരുമായി ഒരു ആശയവിനിമയം നടത്തിയത്. എന്നാൽ അവർ ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെ ഉറച്ച തീരുമാനം അവർ എടുക്കുകയായിരുന്നു. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ സമരം ശക്തമായി തന്നെ തുടരുമ്പോഴാണ് അതിന് പൂർണ്ണമായ പിന്തുണയുമായി ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇന്ന് എത്തുന്നത്. അത് വലിയ രീതിയിൽ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതോടൊപ്പം തന്നെ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനും മത്സ്യത്തൊഴിലാളി മേഖല ഇപ്പോൾ നേരിടുന്ന വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രിയോടെ പങ്കുവെക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നത്തെ മന്ത്രിയുടെ സന്ദർശനം എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇതേ സാഹചര്യത്തിൽ തന്നെ വഖഫ് അധിനിവേശ ശ്രമങ്ങൾക്കെതിരെയുള്ള ഒരു നിലപാട് അത് കൃത്യമായി തന്നെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും അവിടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവർക്ക് ആശങ്കകൾ ദൂരീകരിക്കാനും എല്ലാം ഉതകുന്നതാവും ഇന്നത്തെ സന്ദർശനം എന്ന് നമുക്ക് വിലയിരുത്താം. രോഹിണി. അതെ, തീർച്ചയായും. അത് മാത്രമല്ല സുധീഷ്, നമുക്കറിയാം വഖഫിൻ്റെ അധിനിവേശത്തിൽ ഒരാൾക്ക് പോലും തൻ്റെ കുടിയിറക്ക ഭീഷണി അല്ലെങ്കിൽ തൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് കേന്ദ്രമന്ത്രി അമിത്ഷാ നൽകിയിരുന്നു. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം കൂടുതൽ കേന്ദ്ര നേതാക്കളുടെ സന്ദർശനം മുനമ്പത്തെ ജനതയ്ക്ക് വലിയ ഊർജം തന്നെയാണ് നൽകുന്നത്.